ഹലോ ഹലോ, ഇതാരാ? നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആട്ടെ. നീ ആരാ? എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? മര്യാദക്ക് നമ്പർ ഒക്കെ ഡയൽ ചെയ്യണം. ഹലോ, நீ திடீர்னு பேப்பர் பேனாவும் எடுத்துரு. ആരാ സംസാരിക്കുന്നത്? அதெல்லாம் அப்புறம் சொல்றாமா, நீ சீக்கிரம் பேனா பேப்பர் எடுத்துருங்கோ. எஸ்டிடி அம்மா, எஸ்டிடி. ഒരു പേപ്പർ പേന എടുത്ത്. குண்டு 100 டசன். എന്താ? குண்டு 100, അമിട്ട് 100, ഗുണ്ടു 100, മേശപ്പൂ 2000. മേശപ്പൂ 2. നിങ്ങൾ ആരാ? ഗർഭങ്ങൾക്ക് ഇരിക്കാമ്മ. സ്റ്റുപ്പിഡ്. പോയ കാര്യം എന്തായി? ഏയ്, ആ മാനേജർ നടക്കും തോന്നല്ല. മാനേജർ നടന്നില്ല, നിനക്കെന്താ? അതല്ല, അയാളൊട്ട് അടുക്കണല്ലേ. അപ്പൊ നിങ്ങൾ തമ്മിൽ അടുത്തിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടിയാ. ലോണിന്റെ കാര്യം എന്തായിരുന്നു? അത് എന്നെ പറഞ്ഞ ലോൺ ശരിയാവില്ലാന്ന്. ഞാനാ. ആ പിന്നെ എന്റെ ബ്രദർ ലേഡീസ് വെയറിന് പുതിയ ബിസിനസ് തുടങ്ങി. നിന്റെ സൈസ് എത്രയാ? റോങ് നമ്പർ. എന്താ? ഒരു പെണ്ണ് വിളിച്ചിട്ട് ചോദിക്കാം എന്റെ സൈസ് എത്രയാന്ന്. എന്നിട്ട് നീ പറഞ്ഞോ? ഹേയ്, പറയല്ലേ, എന്റെ ലൈഫ് നിനക്ക് അറിയാലോ. ഹലോ, ഞാൻ മണവാളൻ. ഞാനിപ്പോ മുംബൈയിൽ നിന്നാണ് വിളിക്കണത്. മുംബൈയിൽ ആ ഷേഖ് അബ്ദുള്ള തെണ്ടിയെ കുടുക്കിയടാ. ജയിലിൽ കിടക്കണതായിരുന്നു. ആരുടെയൊക്കെ ഭാഗ്യത്തിന് മുംബൈ വരെ എത്തി. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. കുടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. കള്ളവണ്ടി കയറാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു ടാക്സി പിടിച്ചു വരികയാണ്. ടാക്സി കൂലി നീ തന്നെ കൊടുക്കണം. കൂടാതെ നീ എനിക്ക് തരാനുള്ള കാശും പലിശയുടെ പലിശയും. ഹലോ, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? ആഹാ, കാശ് ചോദിച്ചപ്പോ നീ ശബ്ദം മാറ്റണ. മര്യാദക്ക് അവിടെ വരുമ്പോ കാശ് എന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു നീ അറിയും. ശരി, എന്നാ നേരിട്ട് വാ, മുഴുവൻ അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. താങ്ക് യുടാ. അയ്യോ, പെട്ടി മുഴുവൻ കെട്ടിക്കഴിഞ്ഞോ? എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും അഴിക്കരുത്, ഐശ്വര്യക്കേടാ. പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ബുക്കും പേപ്പറുണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ അല്ലല്ല, പറ്റുബുക്കേ. ഇല്ലെങ്കിൽ 200 പേരുടെ വരിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളിയാ. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാൻ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. ഹലോ മിസ്റ്റർ ഹരികൃഷ്ണൻ. അതെ. തൊഴില് പടക്ക കച്ചവടം. യെസ്, ഹോൾസെയിലാണ്. കൊറേ കാശ് പലരിൽ നിന്നായി കടം വാങ്ങിയിട്ടുണ്ട്. ആണോ? എന്നിട്ട് എന്താ തിരിച്ചു കൊടുക്കാത്തെ? ഞാനല്ല, താൻ. ദുബായിൽ നിന്നൊരു മണവാളൻ, തിരുനെൽവേലിയിൽ നിന്നൊരു ആണ്ടിപ്പെട്ടി. ഇവർക്കൊക്കെ താൻ കാശ് കൊടുക്കാനുണ്ട്. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. സൗന്ദര്യം മനുഷ്യരിങ്ങനെ ഒരു ശാപമാകൂ. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പ്രേമിക്കാൻ സമയമില്ല. അതിന് തന്നിപ്പാര പ്രേമിച്ചേ? പിന്നെന്തിനാ താൻ എന്റെ ബയോഡാറ്റ തപ്പിയെടുത്തത്? തപ്പിയെടുത്ത ഒന്നല്ല, ഞാനിപ്പോ സംസാരിക്കുന്നതേ തന്റെ ഫോണിന്നാ. എന്റെ ഫോണിന്നാ? അപ്പൊ ഞാൻ സംസാരിക്കണേ തന്റെ ഫോണിന്നാ? അതെ. അയ്യോ, ഇത് എന്റെ നമ്പറാണല്ലോ. നമ്മുടെ ഫോണുകൾ തമ്മിൽ എങ്ങനെയോ മാറിയിട്ടുണ്ട്. ആ, വെറുതെ അല്ല. ഡാഡി എന്ന് പേരുള്ള ഒരു തെണ്ടി എന്നെ എപ്പോഴും സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കണേ. അയ്യോ, അത് എന്റെ ഡാഡിയാ. ആ തെണ്ടി കുട്ടിയുടെ. അയ്യോ, മര്യാദക്ക് നാളെ തന്നെ എന്റെ ഫോൺ തിരിച്ചു തരണം. ഓ, പിന്നെന്താ? എങ്കിൽ നാളെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്. എനിക്ക് ഹസ്ബൻഡ് ഒന്നുമില്ല. ഓ സോറി, വിധവയാണല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്ത വിധവയോ? എങ്കിൽ ബ്രദറിനെ വിടും. തനിക്ക് കൊണ്ടു തന്ന എന്താ? കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു വൻകിട ബിസിനസ്സുകാരനാണ്. എനിക്കിവിടെ 100 കൂട്ടം തിരക്കുണ്ട്. എന്നാലും നാളെ രാവിലെ 10 മണിയാകുമ്പോ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വരാൻ പറ്റുമോ? ഓക്കെ. അതെ, ഈ ഫോണിൽ നിന്ന് ഞാൻ കുറച്ച് STD വിളിച്ചിട്ടുണ്ട്. ബില്ല് വരുമ്പോ ഞെട്ടരുത് കേട്ടോ. നോ പ്രോബ്ലം. ഞാൻ വിളിച്ചത് മുഴുവൻ ISD. ഓ, സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. വണ്ടി കിട്ടോ? ജി സാർ. നിങ്ങൾ പറയണ കേട്ടൊന്നും
ഞാൻ വേറെ ഏതോ പെണ്ണിന്റെ പോയതെന്ന്. ഇവളുണ്ടല്ലേ ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ നീ ഇവളോട് മിണ്ടിയന്റെ പറഞ്ഞതിന്റെ ഫലാടാ ഈ നേരത്തെ നിൽക്കുന്നതൊക്കെ. ഒരു കൊടിയോടി മേടിച്ചെടുക്കണ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോക താജുമായിട്ട് കാണുകയാണ് മൂദേവി. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിന്നോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി, എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളയും. ഞാൻ ശരിപ്പെടുത്തി തരാടോ. നിന്റെ പണി ഞാനുണ്ട്. ഞാൻ അങ്ങോട്ടല്ല. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോട്ടെ. നിന്നെ ഇന്ന് ഞാൻ എറിഞ്ഞു വീഴ്ത്തും. അയ്യോ എന്റെ അമ്മേ. ദേ പോണവൻ. അവനെ പിന്തുടരൂ. ആ ബൈക്കായിട്ട് ഫോളോ ചെയ്യൂ. കാറിന്റെ വീല് പോണ്. ദോ, താൻ എന്തിനാണോ വണ്ടി ഇരുന്നത്? വീലടിച്ച് സാബ്ജി. ആ ബൈക്കിന് ഫോളോ ചെയ്യണോ? കാറിന്റെ വീല് പോണ് സാബ്ജി. എന്റെ അമ്മോ, ഏത് തന്റെ ടയറാണത്? എന്താണ് താൻ എന്തിനാണ് ഈ ടയറെ കൊണ്ട് കാശല്ലേ വേണ്ടു. പിടിച്ചോ, 100 രൂപ പിടിച്ചോ. 100 രൂപയോ 200 താടോ? ഇങ്ങ് താടോട്. 200 രൂപ. 6 ചട്ടിക്ക് 200 രൂപ. അപ്പൊ ഒരു ചട്ടിക്ക് എന്താ? ഇതെന്റെ ടയറാ. വീട്ടിപ്പോടാ. ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ധാരാവി കേട്ടിട്ടുള്ള കേറ്റുകളെ ഞാൻ. ആ, ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 കൊടുത്താൽ ടയർ കിട്ടിയില്ലേ? ആ, ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡായിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാർ? ആകാശത്ത് വന്നോ? ഫ്ലൈറ്റിൽ നിന്ന് വീണതായിരിക്കോ? ലാൻഡ് ചെയ്യുമ്പോ അറിയാം. ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. ആ, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ജി, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. നീ എങ്ങോട്ടാ? മൊബൈലുമായിട്ട് ആ പെണ്ണ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? ഒരു പെണ്ണ്. ഇറങ്ങണ്ട, ഇവിടെ നിന്ന പ്രശ്നം. നീ വേഗം വണ്ടി വിട്. നീ വണ്ടി എടുക്ക്. വണ്ടി നിർത്തണം. ഹരീഷ്ണ, ഇവ പൊങ്ങിയില്ലേ? ഹരീഷ്ണ, ഹരീഷ്ണ, ഹരീഷ്ണ. അയ്യോ, താനെന്തിനാ കരയണത്? ഹരി എന്തിയെ? അവൻ കാറിടിച്ച് വെള്ളത്തിൽ പോയി. കാറ് പിടിച്ച് വെള്ളത്തിൽ പോയാ? കാറ് പിടിച്ചല്ലടോ, കാറിടിച്ച് വെള്ളത്തിൽ പോയിന്ന്. അയ്യോ അയ്യോ അയ്യോ. ഹരീഷ്ണ, എനിക്ക് കാശിനോളം വെള്ളത്തിൽ പോയ. കാശ് വെള്ളത്തിൽ പോയാ? അയ്യോ അയ്യോ. നിന്ന് കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നോക്കിക്കാണ് ചാടോ. നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. തന്റെ ടാക്സി ചാർജ് വെയിറ്റ് ചാർജ് വേണ്ടി ചാടോ. ഗണപതി പപ്പ മോറിയ ഗണപതി പപ്പ, അല്ലെങ്കിൽ അത് വേണ്ട. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ അയാളും പോയി. ആ ചാടിയ പോലീസാണ് ഹരി, അറിയാവോ? ഇനി വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരുമോ അവൻ? വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്, ഫുള്ളും കിട്ടി. സ്കെലിട്ടൺ. അയ്യോ, ഓ മൈ ഗോഡ്. മുയ്മോനും മീൻ കൊത്തി തിന്ന് പൊടി പോലും ഇല്ലല്ല കണ്ടുപിടിക്കാ. ആകാശം ഒന്ന് നോക്കിയേ, അവനാണോ നോക്കട്ടെ. അയ്യോ, ഇത് അവനല്ല. മനസ്സിലായടോ? അവന്റെ കണ്ടത്തിൽ ഒരു വലിയ മറുക ഉണ്ടായിരുന്നോ. ഓ, അതെന്തി. അയ്യോ, വേറെ എടുത്തോണ്ട് വാ. ഉള്ളതിൽ നല്ല നോക്കിയാണ് സാബ് എടുത്തത്. 3 എടുക്കണ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? അയ്യോ, പെണ്ണായിരുന്നല്ലേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണേ? മര്യാദക്ക് സംസാരിക്കണം. ഒരു മര്യാദ കരുതി നീ പോടിയാ പ്രാച്ചി. ഇവളൊക്കെ ഉണ്ടല്ലോ, ഒറ്റ അടി വെച്ചെന്നിറങ്ങി പല്ല് 32 താഴെ കിടക്കും. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. നീ ആരാണെങ്കിലും എനിക്കെന്താ ചെയ്യും? നീ ഞാനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ നിന്റെ ലൈസൻസ് അവര് കട്ട് ചെയ്യും. എന്താ പ്രശ്നം? ഇയാൾ എന്നെ കേറി പിടിച്ചു. അത് ശരി, പട്ടാപ്പകല് പെണ്ണുങ്ങളെ കയറി പിടിക്കല്ലേ? അടിക്കണേ. ചട്ടിങ് വന്നേ. എന്തിനാ? നമുക്ക് ഈ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതല്ലേ. താൻ എന്തിനാ കരയണത്?
കാശ് തന്നില്ലെങ്കിൽ സാബിനെ ഞാൻ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് കരഞ്ഞു പോയതാ. നിങ്ങൾ നീന്തി കളിക്കാതെ ഒന്ന് ഉത്സാഹിച്ച് പണിയെടുക്കണോ? ഇവിടെ ഒരു മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കണത്. കാരണം കേട്ടോ ചോദിച്ചാ ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയാൻ പാടില്ല. എന്താ പ്രശ്നം? വണ്ടി ഇടിച്ചെടുത്തും വെള്ളത്തിൽ പോയി. ദൈവമേ, തീപ്പൊരിച്ചേട്ടൻ. അവിടെയല്ല, ദേ ആ ഭാഗത്ത് നോക്ക്. അവിടെ 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 അല്ലേട്ടാ, അവിടെ 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 നോക്ക്. എവിടെ അവിടെ ദേ, അവൻ അയ്യോ വീണനെ. അവനാണ് വെള്ളത്തിൽ ചാടി സത്യം പറഞ്ഞത്. ആ കരക്ക് നിൽക്കുന്നവനാ. ആ പിന്നെ സാബന്തിനെ എന്റെ വെള്ളത്തിൽ ചാടി. അങ്ങനെയെങ്കിലും താനും കുളിക്കട്ടെ എന്ന് കരുതി. ആരാം സാർ. ഒന്ന് മാറി. ചേട്ടൻ ഒന്നും പറ്റില്ലല്ലോ. നിനക്ക് പോയപ്പോ ഒന്ന് പറഞ്ഞിട്ട് ആ പോകാൻ പെണ്ണിന്റെ കാർ വന്നു. ഇട നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാണ് ഇവിടെ ജനങ്ങളെല്ലാം തെരച്ചിൽ നടത്തുന്നത്. കണ്ട എയർഫോഴ്സ് ഒന്ന് ഫയർഫോഴ്സ്. ഈശ്വര ഇവന്റെ ഡെഡ് ബോഡി കിട്ടല്ലേ ഈശ്വര. ഹരി, Yep. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. അയ്യോ, ഞാൻ ആ ഫയർഫോഴ്സുകാരെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. ഹരി ചേട്ടാ, വണ്ടി ഇടിച്ചു. ചോട്. ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ആരാടാ ഫയർഫോഴ്സിനെ വിളിച്ചത്? ഞാനാണ്. അതെന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടുത്തെ സർവ്വ ജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. Sure.